എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയക്കുമ്പോൾ അതിൽ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി എനിക്കൊരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരുമെന്ന്. അങ്ങനെ ഒരു പ്രോപ്പർ ഡയറ്റ് എടുക്കാനായിട്ടേ ഞാനും പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കരച്ചിൽ എനിക്ക് നിർബന്ധം. ആക്ച്വലി ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ചില ദിവസങ്ങൾ ഇങ്ങനെ ഞാൻ കരയാത്ത ദിവസമുണ്ട്. അതനുസരിച്ചാണ് ഞാൻ ഓരോ ദിവസവും എന്റെ മൂഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. കറന്റ് എനിക്ക് മനസ്സിലായി ഇന്നൊരു ബാഡ് ഡേ ആണെന്ന്. അപ്പൊ കുറച്ച് വെള്ളം കുടിച്ച് തന്നെ ആ ഡേ സ്റ്റാർട്ട് ചെയ്തു. എന്റെ ഒരു ചെറിയ ഡയറ്റിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാക്സിമം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ നോക്കാറുണ്ട്. ഈ PMOS ഉള്ള ഒരാള് അഥവാ PCOS ഉള്ള ഒരാള് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത്. ഈ ഒരു ജേണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഡൗൺ ആക്കിയ ഒരു കാര്യമാണ് എന്റെ ഈ ഹെയർ ലോസ്. അപ്പൊ നമ്മുടെ മൂഡ് ഒക്കെ ആക്കാനായിട്ട് നമുക്ക് മുടിക്ക് കുറച്ച് കെയർ കൊടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഒരുപാട് ഡയറ്റ് എടുക്കാത്ത ഒരാളാണെന്ന്. കാരണം എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ ഒരുപാട് ഡയറ്റ് എടുത്തു കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ മെന്റൽ ഹെൽത്തിനെയും കൂടി എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഈ PCOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബോഡിയുടെ ഒരു പാർട്ടിനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രോബ്ലം അല്ല, ഇത് നമ്മുടെ ഹോൾ ബോഡിയെ ഇത് ബാധിക്കും. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്. ഞാൻ ഇതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ മാക്സിമം അതിൽ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പം മന്തി കഴിക്കുകയാണെങ്കിൽ ഞാനതിൽ മയോണൈസ് അവോയ്ഡ് ചെയ്യാറുണ്ട്, പെപ്സി അവോയ്ഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കാറുണ്ട്. ഒരു ദിവസം 3-4 ചായ കുടിക്കുന്ന ഞാൻ ഒരു ചായയിലോട്ട് മാറി. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.